ഞങ്ങളെന്തോ തീർന്നു പോയി എന്ന് വിചാരിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയ്യോ കഴിഞ്ഞ പ്രാവശ്യത്തെ ചെയ്തത് വലിയ നഷ്ടമായി അങ്ങനെ നിർത്തിപ്പോയതാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ നമ്മള് എന്ത് ചെയ്യാനാണ്? കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് അപ്ഡേറ്റഡ് ആവേണ്ട അല്ലെങ്കിൽ അപ്ഗ്രേഡ് ആവേണ്ടതായിട്ടുള്ളത് നമ്മളെ എന്താ പറയാ പുഷ് ടു ഡു ഇറ്റ്. അപ്പം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ഡിഫറൻസ് വരുത്തിയെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ആൻഡ് നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ എനിക്കറിയാം നല്ലൊരു ബ്രേക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് ഇത് കാണുന്നുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഒന്ന് ലൈക്കും ചെയ്യുക, പറ്റുമെങ്കിൽ പോഡ്കാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിയേണ്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം. എന്തായാലും ഒരു 2018 മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളൊക്കെ എല്ലാവരും അല്ല, എന്നാലും കുറേ പേരൊക്കെ പോഡ്കാസ്റ്റ് എന്താണെന്ന് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പേ പോഡ്കാസ്റ്റിലുള്ളതാണ്. സോ അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് സഹായിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ കാര്യത്തിലേക്ക് പോകാം. യെസ് ഗൈസ്, അപ്പം നമ്മുടെ കണ്ടൻസും കാര്യങ്ങളിലും ഇപ്പം കുറച്ച് നാളത്തെ ഡിലേ വന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡിയോ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എന്ത് പറ്റി, മറ്റേ സ്റ്റുഡിയോ നഷ്ടത്തിലാണോ അഥവാ ആ സ്റ്റുഡിയോ പോരായിരുന്നോ, ആ സ്റ്റുഡിയോയ്ക്ക് എന്ത് പറ്റി എന്നുള്ളത്. അതിൻ്റെ കാര്യം ടെക്നിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതല്ല. സോ അതൊരു പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ ആണ്, നമ്മുടെ സ്വന്തം പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ ആണെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളതിനെ മാറ്റി ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി എങ്ങനെ ചെയ്യാമോ ആ രീതിയിലേക്ക് എല്ലാം മാറ്റി നമ്മൾ ചെയ്യുകയാണ്. സോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ബോർഡിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഫോം ബോർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ട്, കാരണം സൗണ്ട് ക്വാളിറ്റി എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പോഡ്കാസ്റ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പലരും ജസ്റ്റ് ഒരു റൂം മാത്രം എടുത്തിട്ട് അതിനെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്നുണ്ട്. അതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ മാത്രമുള്ള അതിൽ ഇതുള്ള ആളൊന്നുമല്ല ഞാൻ. പക്ഷേ പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോയ്ക്ക് സൗണ്ട് ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് അത്രയും കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് വേറൊരു സൗണ്ട് പാനലാണ്, സൗണ്ട് ഫോം ബോർഡ് പോലത്തെ സാധനമാണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് കംപ്രസ്ഡ് ഫൈബർ വൂൾ സ്റ്റോൺ ഫോം ബോർഡ്സ് ആണത്. പറഞ്ഞു കൊടുക്കൂ. കംപ്രസ്ഡ് ഫൈബർ വൂളിൽ വരുന്ന ഫോം ബോർഡ്സ് ആണ്. ഇത് തിക്നെസ് കുറവാണ്, പക്ഷേ ഇത് മറ്റേ നമ്മുടെ നേരത്തെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഫോം ബോർഡിനേക്കാളും കൂടുതൽ നന്നായിട്ട് സൗണ്ട് കട്ട് ചെയ്യുന്ന സംഭവമാണ്, നല്ല രീതിയിൽ കട്ട് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ വി ഹാവ് വൺ മോർ തിങ്, ഇതാണ് ഇപ്രാവശ്യത്തെ മെയിൻ ഐറ്റം. അതെ, നമ്മൾ എഡ്ജിൽ നിന്നുള്ള സൗണ്ടിൻ്റെ ഒരു റിഫ്ലക്ഷൻ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണത്. വിൽ പുട്ട് ദിസ് ഇൻ ദ സൈഡ്സ്, 4 സൈഡിലും ഈ സാധനവും കൂടെ വരുന്നുണ്ടാവും. എങ്ങനെ സംഭവിച്ചാലും ഇതിൻ്റെ അകത്ത് ഒരു സൗണ്ടും പുറത്തോട്ടും പോവില്ല, പുറത്തൊരു സൗണ്ട് അകത്തോട്ടും വരില്ല, അതിന് ഗ്യാരണ്ടിയാണ്. നമ്മൾ അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം മാക്സിമം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അയ്യോ എന്താ ക്വാളിറ്റി ഇല്ലായ്മയാണോ, അങ്ങനെയല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആ 30 ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റാതിരുന്നോ എല്ലാം നമ്മൾ ഇപ്രാവശ്യത്തെ ഈ സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പം ആകെ ഇത് മാത്രമേ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇനി ഒരുപാട് ഈ ഒരു സാധനം കണ്ടിട്ടൊന്നും നിങ്ങൾക്ക് ഇതാണ് സ്റ്റുഡിയോ എന്നോ എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടൂല. പക്ഷേ അവസാനം നിങ്ങൾ കണ്ടോ, യെസ്, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ കണ്ടൻസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഫോളോ ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും ഇനി അങ്ങോട്ട് വെരി സൂൺ നമ്മുടെ സ്റ്റുഡിയോ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആവും. വിൽ ബി ബാക്ക് വെരി സൂൺ.